കർണാടക ഷിരൂരിൽ നിന്നും ഒരു പുതിയൊരു അപ്ഡേറ്റ് പുറത്തുവരികയാണ്. ഷിരൂരിൽ പുനരാരംഭിച്ച തിരച്ചിലിൽ ലോറിയുടെ ലോഹപ്പാളികൾ ഇപ്പോൾ നാവികസേന കണ്ടെത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതായത് ട്രക്കിന്റെ 3 ലോഹ കഷ്ണങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ലോഹപ്പാളികൾ അർജുന്റെ ലോറിയുടേതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം എത്തിയിട്ടില്ല. എന്നാൽ കണ്ടെത്തിയ ലോഹപ്പാളിയുടെ ചിത്രങ്ങളടക്കം ഇപ്പോൾ നാവികസേന പങ്കുവച്ചിരിക്കുകയാണ്. അതായത് ഇക്കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപേ നടത്തിയ തിരച്ചിലിൽ അർജുന്റെ ലോറിയുടേതെന്ന് കരുതുന്ന ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരുന്നു. ഇത് അർജുന്റെ ലോറിയുടേതാണ് എന്ന് ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ 5 മണിക്കൂർ നിരാശയായിരുന്നു ഫലം. ഒടുവിലാണ് ഇപ്പോൾ ലോറിയുടെ ലോഹപ്പാളികൾ കണ്ടെത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. നേവി കണ്ടെത്തിയ ലോഹപ്പാളികൾ അർജുന്റെ ലോറിയുടേതല്ല എന്നും അപകടത്തിൽപ്പെട്ട മറ്റേതെങ്കിലും ടാങ്കറിന്റേതാകാം എന്നും ലോറി ഉടമ മനാഫിന്റെ ഒരു പ്രതികരണവും ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അതേസമയം തിരച്ചിലിനേറെ ദുഷ്കരമാക്കുന്നത് പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും മരക്കഷ്ണങ്ങളുമാണ് എന്ന വിവരങ്ങൾ തന്നെ കാർവാർ MLA നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെളി നീക്കിയാൽ മാത്രമേ ആഴത്തിലിറങ്ങി പരിശോധന സാധിക്കുകയുള്ളൂ. ഇതിനായി തന്നെ ഗോവയിൽ നിന്നും ഫ്ലോട്ടിംഗ് ഡ്രഡ്ജർ എത്തിക്കാൻ ശ്രമിക്കുമെന്നാണ് കാർവാർ MLA അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, സിഗ്നൽ ലഭിച്ച സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ ചെളിയും പാറക്കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുന്നത് നിലവിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നാണ് സംഘം പറയുന്നത്. തുറമുഖത്ത് നിന്ന് പുഴയുടെ ഡ്രഡ്ജർ എത്തിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. അതേസമയം സ്വാതന്ത്ര്യ ദിനമായതിനാൽ തന്നെ നാളെ ഇത് എത്തിക്കാൻ സാധിക്കില്ല എന്നും വിവരങ്ങൾ പറയുന്നു. കേരളത്തിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഓപ്പറേറ്റർ അസുഖബാധിതനാണ് എന്നായിരുന്നു ചോദിച്ചപ്പോൾ മറുപടി ലഭിച്ചതെന്നും വിവരങ്ങൾ പുറത്തുവരികയാണ്. ഈ മറുപടി ലഭിച്ചത് ഏറെ വൈകിയാണെന്നും കാർവാർ MLA കുറ്റപ്പെടുത്തുകയാണ്. അതായത് എത്ര സമയമെടുത്താലും ഷിരൂരിൽ പരിശോധന തുടരുക തന്നെ ചെയ്യുമെന്ന് MLA വ്യക്തമാക്കുന്നു. പരിശോധന ആഴത്തിൽ നടത്തണമെങ്കിൽ ഡ്രഡ്ജിംഗ് മെഷീൻ ആവശ്യമെന്നാണ് മഞ്ചേശ്വരം MLA MK അഷ്റഫും അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈശ്വർ മാൽപയുടെ സംഘവുമായി ചർച്ച നടത്തിയതിനു ശേഷമായിരുന്നു അദ്ദേഹം ഇങ്ങനൊരു പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. അതായത് എത്ര ആഴത്തിൽ പോയാലും വലിയ മരക്കഷ്ണങ്ങളും പാറകളുമാണ് തിരച്ചിൽ സംഘത്തിന് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ചെളിയും മറ്റു വസ്തുക്കളും നീക്കം ചെയ്യണമെങ്കിൽ ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിയേ മതിയാകൂ. സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് തന്നെ ഈ മെഷീൻ എത്തിക്കുന്നതിന് ചില സാങ്കേതിക തടസ്സമുണ്ടെന്നും മഞ്ചേശ്വരം MLA അറിയിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റന്നാളായിരിക്കും തിരച്ചിൽ വീണ്ടും തുടരുക. അർജുന്റെ ലോറിയുടെ ജാക്കി കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് 70 മീറ്ററോളം മാറി ഗംഗാവലി പുഴയിൽ ഡീസൽ പരന്നു കിടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതേസമയം സോണാർ പരിശോധനയിൽ ഇക്കഴിഞ്ഞ ദിവസം ലോക സാന്നിധ്യം കണ്ടെത്തിയ 3 പോയിന്റുകളായിരുന്നു നാവികസേന പരിശോധന കേന്ദ്രീകരിക്കുന്നത്. മാത്രമല്ല, മൊത്തത്തിൽ 4 പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. അതായത് ഈശ്വർ മാൽപേ നടത്തിയ തിരച്ചിലിൽ ലോറിയുടെന്ന് സംശയിക്കുന്ന ലോകഭാഗം കണ്ടെത്തിയിരുന്നെങ്കിലും അത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേത് അല്ല എന്ന് തന്നെ ഉടമ മനാഫ് വ്യക്തമാക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട മറ്റൊരു ടാങ്കർ ലോറിയുടേതാകാം ഇതെന്നാണ് കരുതുന്നത്. നാവികസേനയും ഈശ്വർ മാൽപേയും 2 രീതിയിലുള്ള പരിശോധന നടത്തുകയാണ്. മാൽപേയ്ക്കും ഒപ്പം സഹായിയും പുഴയിൽ ഇറങ്ങുന്നുണ്ട്. മാൽപേ 4 തവണ മുങ്ങിക്കേറിയെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒന്നും കണ്ടെത്താനായിട്ടില്ല. SDRF സംഘവും പുഴയിൽ ഇറങ്ങി തിരച്ചിൽ നടത്തുകയാണ്. അതേസമയം അർജുന്റെ ബന്ധുക്കളടക്കം ഇപ്പോൾ സ്ഥലത്തുണ്ട്. പ്രദേശത്ത് മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. തിരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്ന് തന്നെയാണ് കേരളം അറിയിച്ചിരിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്താനുള്ള സമയമല്ല എന്നും ഗംഗാവലി പുഴയുടെ ആഴം കൂടിയതിനാൽ ഡ്രഡ്ജർ ഉപയോഗിക്കാനാകില്ല എന്നും വ്യക്തമാക്കുകയാണ്. അർജുനെ കൂടാതെ മണ്ണിടിച്ചിലിൽ കാണാതെ ലോകേഷ്, ജഗന്നാഥ് എന്നീ കർണാടക സ്വദേശികൾക്കായുള്ള തിരച്ചിലും നടക്കുകയാണ്. ഷിരൂരിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ അനുകൂലമാണ് എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.